ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ഇന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MBA കോഴ്സിനെ കുറിച്ച് A to Z കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പ്രോഗ്രാംസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിൽ MBA എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് MBAയുടെ സ്പെഷ്യലൈസേഷൻ ആൻഡ് കോഴ്സസ് ഇവിടെ വിസിബിൾ ആവും. ടോട്ടൽ നമുക്ക് 9 സ്പെഷ്യലൈസേഷൻസുകളാണ് MBAക്ക് ഇഗ്നോയ്ക്കകത്ത് വരുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് മനസ്സിലാവും ഇതൊരു MBA ആണ്. അതിൽ പ്രത്യേക സ്പെഷ്യലൈസേഷൻസ് ഒന്നുമില്ല. പിന്നെ വരുന്ന അഗ്രി ബിസിനസ് മാനേജ്മെന്റ്, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഇത്രയും 9 കോഴ്സുകളാണ് MBAന്റെ അണ്ടറിൽ വരുന്നത്. ഇത്രയും സ്പെഷ്യലൈസേഷൻസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ എത്രയുണ്ടെന്ന് നോക്കാം. ഓരോ കോഴ്സിനും എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് MBA നോർമൽ MBA ആണ്, സ്പെഷ്യലൈസേഷൻ ഇല്ലാത്തത്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 2 ഇയർ ആണ്. 2 വർഷമാണ് ഇതിൻ്റെ മിനിമം ഡ്യൂറേഷൻ. പക്ഷേ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, 4 വർഷം വരെ, 2 വർഷം കൂടി എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരും. അതുപോലെ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 2 വർഷം കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് തരും. ടോട്ടൽ 4 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഫിനിഷ് ചെയ്താൽ മതി. ഇതൊരു ഡിസ്റ്റൻസ് പ്രോഗ്രാമാണ്. അഡ്മിഷൻ എടുക്കുന്നതും അതിൻ്റെ എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത് ഓൺലൈൻ ത്രൂ ആണെങ്കിൽ കൂടി ഇതൊരു ഡിസ്റ്റൻസ് പ്രോഗ്രാമാണ്. അതുപോലെ ഇതിന് AICTE റെക്കഗ്നൈസേഷൻ, അതുപോലെ DEB റെക്കഗ്നൈസേഷൻ, UGC അപ്രൂവ്ഡ്, അതുപോലെ തന്നെ നമുക്കറിയാം ഇഗ്നോക്ക് NAC A++ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും അക്രഡീഷൻസ് ആൻഡ് അപ്രൂവൽസ് ഈ ഒരു കോഴ്സിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാൻ ഇന്ത്യ റെക്കഗ്നൈസ്ഡ് ആണ്. ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജോബിനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഒരു ഹാൻഡ് ബുക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ എലിജിബിലിറ്റി ഒന്ന് നോക്കാം. അപ്പോൾ മിനിമം 3 വർഷത്തെ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ചോദിക്കുന്നത്. അതിന് 50% മാർക്ക് മിനിമം വേണം. ഇൻ കേസ് നിങ്ങൾ റിസർവ്ഡ് കാറ്റഗറി SC ST OBC അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% മാർക്കിൽ നിന്നും ഡിഡക്ഷൻ ഉണ്ട്. 45% നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീ സ്ട്രക്ചർ എത്രയാണ് എന്നുള്ളതാണ്. ഇവിടെ 16,700 ആണ് കാണിക്കുന്നത് ഫസ്റ്റ് സെമസ്റ്ററിൽ. പ്ലസ് എന്തുകൂടെ പറയുന്നുണ്ട്, രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെന്റ് ഫീ ആസ് അപ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ഏകദേശം 700 രൂപയുടെ അഡീഷണൽ ചാർജ് കൂടി ഉണ്ടാവും. അപ്പോൾ 16,700 രൂപയാണ് ഫീ വരുന്നത്. അത് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ ഇവിടെ ഇഗ്നോയിൽ ഒരു കോഴ്സ് നമ്മൾ MBA കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ ഫീ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതും ഞാൻ ആദ്യം കാണിച്ചു തന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ കാണിച്ചു തരുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അത് ആദ്യം കാണിച്ചു തന്നത് അത് ഓൾഡ് വെബ്സൈറ്റ് ആണ്, ഇത് ന്യൂ വെബ്സൈറ്റ് ആണ്. രണ്ടിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഇവിടെ ഇതാ കാണിക്കുന്നുണ്ട് 16,000 രൂപ തന്നെയാണ് വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ എന്തുണ്ട്, 700 രൂപ കൂടി യൂണിവേഴ്സിറ്റി വാങ്ങിക്കുന്നതാണ് രജിസ്ട്രേഷൻ്റെ സമയത്ത്. അതിന് നമ്മൾ രജിസ്ട്രേഷൻ ഫീ എന്നാണ് പറയുന്നത്, ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ ആണെന്ന് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്തും നമുക്ക് 16,000 രൂപ തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് 700 രൂപ ഉണ്ടാവില്ല. ഈ രജിസ്ട്രേഷൻ ഫീയും ഡെവലപ്മെൻറ്റ് ഫീയും ഫസ്റ്റ് സെമസ്റ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കവിടെ ഏകദേശം 16,000 രൂപ ആണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് തേർഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ഫീസിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. 18,000 രൂപയാണ് തേർഡ് സെമസ്റ്ററിൽ വരുന്നത്. അതിൽ പറയുന്നത് തേർഡ് സെമസ്റ്ററിൽ 8 ക്രെഡിറ്റ്സിൻ്റെ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ 18,000 രൂപ തേർഡ് സെമസ്റ്ററിൽ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇത്രയും 4 സെമസ്റ്ററുകൾ കൂടി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോഴ്സ് ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. ഇനി ഫസ്റ്റ് സെമസ്റ്ററിൽ എത്ര സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് സെമസ്റ്ററിൽ MMBC 1, 2, 3, 4, 5, 6, 7 വരെ
നിങ്ങൾക്ക് 7 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ സെക്കൻഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോൾ MMBC 8 മുതൽ 14 വരെ അവിടെയും 7 കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ തരാം. MMBC 4 ഒരു പ്രോബ്ലം പേപ്പറാണ്, അതുപോലെ തന്നെ MMBC 5 ഒരു പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട കൂടുതൽ കുട്ടികൾ ഫെയിൽ ആവുന്ന ഒരു സബ്ജക്റ്റാണ് ഈ MMBC 4ഉം 5ഉം. അപ്പോൾ അതിന് ക്ലാസ് വേണ്ടവർ എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സിലബസ് ഫുൾ കവർ ചെയ്ത ക്ലാസ്സും റിവിഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തുടങ്ങിയ നോട്ട്സും നമുക്ക് അവൈലബിൾ ആണ്, അഫോർഡബിൾ ഫീസിൽ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ മതി. അതുപോലെ സെമസ്റ്റർ 2 വരുന്ന സമയത്ത് MMBC 14 ഒരു പ്രോബ്ലം പേപ്പറാണ്. അതുപോലെ പിന്നെ ഒരു മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. അത് അത്രയും ടഫില്ല, ബട്ട് അതും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളതൊക്കെ തിയറി പേപ്പേഴ്സ് ആണ് വരുന്നത്. ഇനി തേർഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് MMBC 5, 16 പിന്നെ MMPP 1 അത് മീൻസ് പ്രൊജക്റ്റ് ആണ്. അത് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 8 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് അതിന് യൂണിവേഴ്സിറ്റി തരുന്നത്. നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രൊജക്റ്റിനും കൂടിയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. 400 രൂപയാണ് ഏകദേശം വരുന്നത്. ആ സമയത്ത് നിങ്ങൾ പ്രൊജക്റ്റിന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് 4 കോഴ്സസ് ഫ്രം എനി വൺ ഓഫ് ദ സ്പെഷ്യലൈസേഷൻ, നിങ്ങളൊരു സ്പെഷ്യലൈസേഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം. ആ സ്പെഷ്യലൈസേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4 സബ്ജക്റ്റുകൾ ഇതുപോലെ 4 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്പെഷ്യലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി 4th സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്തും ഇതുപോലെ തന്നെ MMBC 17, 18, 19, 20 ഇത്രയും സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ 3 കോഴ്സസ് ഫ്രം എനി വൺ ഓഫ് ദ സ്പെഷ്യലൈസേഷനിൽ നിങ്ങൾക്ക് കുറേ ചോയ്സ് തരും. ആ ചോയ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 സബ്ജക്റ്റുകൾ ഇതുപോലെ ചൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ഇത് ഏതെല്ലാം റീജിയൻ സെൻറ്റർ സ്റ്റഡി സെൻറ്ററിൻ്റെ അണ്ടറിലാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുന്നത്? നമ്മളിവിടെ ഏകദേശം നമുക്ക് കേരളത്തിലും ആകെ 3 റീജിയൻ സെൻറ്റേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ട്രിവാൻഡ്രം, കൊച്ചിൻ, പിന്നെ വടകര. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൻ്റെ ഓരോ ഭൂപ്രകൃതിക്കനുസരിച്ചിട്ടും തരം തിരിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ് ആണ് ഈ ഒരു 3 കോളേജിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കാം ട്രിവാൻഡ്രത്ത് നമുക്ക് ഏകദേശം 4 കോളേജിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് നോക്കാം, നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അതിനടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇനി വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നത് ഇതുപോലെ 4 കോളേജസിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയത് MBA നോർമൽ MBA സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത ജനറൽ MBAയുടെ ഡീറ്റെയിൽസ് ആണ്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ സ്പെഷ്യലൈസേഷനും. അപ്പോൾ നമുക്ക് MBA HM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അധിക പേരും എടുക്കുന്ന ഒരു കോഴ്സാണ്. ഇതിനെ കുറിച്ചിട്ടൊന്ന് നോക്കാം. ഡ്യൂറേഷൻ 2 ഇയർ തന്നെയാണ്. 3 ലാംഗ്വേജസിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഹാൻഡ് ബുക്ക് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ. മിനിമം 3 ഇയർ തന്നെയാണ്. അപ്പോൾ മാർക്കിൻ്റെ കാര്യങ്ങളിലൊന്നും ഡിഫറൻസ് ഇല്ല, നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്. ഫീൻ്റെ കാര്യങ്ങളിലും ഡിഫറൻസ് ഇല്ല, മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കൊച്ചിൻ, അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റഡി സെൻറ്റേഴ്സ് അതിലും ഡിഫറൻസ് ഇല്ല. അപ്പോൾ ടോട്ടൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഏകദേശം സെയിം തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. നിങ്ങൾ 3rd സെമസ്റ്ററിലാണ് നിങ്ങളെ സ്പെഷ്യലൈസേഷൻ്റെ കോഴ്സുകൾ സബ്ജക്റ്റുകൾ മാറ്റി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3rd സെമസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചാൽ മതിയാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിത് എക്സാം എപ്പോഴാണ് നടത്തപ്പെടുന്നത്, എക്സാം ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇഗ്നോയിൽ എക്സാം നടത്തപ്പെടുന്നത് 2 സെഷനുകളായിട്ടാണ്. ഒന്ന് ജൂൺ ടേം ആൻഡ് എക്സാമും ഒന്ന് ഡിസംബർ ടേം ആൻഡ് എക്സാമും. ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ജൂണിൻ്റെ ഏകദേശം 3 മാസം മുന്നോടിയായിട്ടും ഡിസംബറിന് ഏകദേശം 3-4 മാസം മുന്നോടിയായിട്ടാണ് ഇതിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓരോ സെമസ്റ്ററുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം രജിസ്റ്റർ ചെയ്യുക.
അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററും ഫസ്റ്റ് സെമസ്റ്ററും ഒരുമിച്ച് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ യൂണിവേഴ്സിറ്റിനകത്തുണ്ട്. അതായത് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ എന്തോ കാരണം കൊണ്ട് എഴുതാൻ കഴിഞ്ഞില്ല, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ഒരുമിച്ച് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതിൽ പ്രൊജക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, തേർഡ് സെമസ്റ്റർ ആവുമ്പോൾ നിങ്ങൾ അത് യൂണിവേഴ്സിറ്റിയിലെ എക്സാം രജിസ്ട്രേഷൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്യുകയും ദെൻ സിനോപ്സിസ് റെഡിയാക്കി അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഗൈഡിനെ കണ്ടെത്തി, ഗൈഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഗൈഡ്സിനെ കണ്ടെത്തി അവരുടെ ഡാറ്റ അതുപോലെ സിനോപ്സിസ് നിങ്ങൾ റീജിയൻ സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 to 4 മന്തിനുള്ളിൽ നിങ്ങൾക്ക് അപ്രൂവ്ഡ് ലഭിക്കും. അപ്രൂവ്ഡ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു 4 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, 5 മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കോഴ്സിൻ്റെ പറയുന്ന കോഴ്സിൻ്റെ കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഡ്യൂറേഷൻ്റെ വാലിഡിറ്റിക്ക് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് പോസ്റ്റൽ വഴി അയക്കുക. മാർക്ക് അപ്ഡേറ്റ് ആവുന്നതാണ് ഓട്ടോമാറ്റിക്കലി. ഇനി നമുക്ക് പറയാനുള്ളത് അസൈൻമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്കിനി അസൈൻമെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് 4 സെമസ്റ്ററുകളാണല്ലോ വരുന്നത്. ഈ 4 സെമസ്റ്ററുകൾക്കും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ഇഗ്നോയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ അസൈൻമെൻറ്റ് എവിടെ നിന്ന് കിട്ടും? ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അതിൽ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് ലാസ്റ്റ് ഡേറ്റ് നൽകിയിട്ടുണ്ടാവും. ആ ലാസ്റ്റ് ഡേറ്റിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള സ്റ്റഡി സെൻറ്ററാണ് തിരഞ്ഞെടുക്കുക. ആ സ്റ്റഡി സെൻറ്ററിലാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് എഴുതേണ്ടത്? ഇത് ഈ അസൈൻമെൻറ്റ് എങ്ങനെ വൃത്തിക്ക് എഴുതണം, എങ്ങനെ 90 to 100% വരെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ യൂട്യൂബിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് അസൈൻമെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ചോ ഇഗ്നോയെ കുറിച്ചോ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂഫിക്സ് അക്കാദമിയുടെ കോൺടാക്ട് നമ്പറുമായിട്ട് കണക്ട് ചെയ്യുകയോ ചെയ്യാം. മാത്രമല്ല, നിങ്ങൾക്ക് അസൈൻമെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ സപ്പോർട്ട് വേണം, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റിൻ്റെ സപ്പോർട്ട് വേണം, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എല്ലാ രജിസ്ട്രേഷൻ മുതൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കയ്യിൽ ലഭിക്കുന്നത് വരെയുള്ള എല്ലാ സർവീസുകളും നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ, അതുപോലെ മെൻറ്ററിങ്, അതുപോലെ സിലബസ് സംബന്ധമായിട്ടുള്ള, യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ടുള്ള, അതുപോലെ അക്രഡീഷൻസ് ആൻഡ് ജോബിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ഞങ്ങൾ അതിനുമായിട്ടുള്ള രജിസ്ട്രേഷൻ മുതൽ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ വരിക എന്നുള്ള എല്ലാ സർവീസുകളും ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ അതിനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു UGC, അതുപോലെ DEB, AICTE, NAC, A++, അതുപോലെയുള്ള ജോബ്സിന്, ഗവൺമെൻറ് ജോബ്സിന്, അതുപോലെ പ്രൈവറ്റ് ജോബ്സിന്, കരിയർ ഗ്രോത്തിന്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് തുടങ്ങിയ ഒട്ടനവധി ഉപയോഗങ്ങൾക്ക് ഇഗ്നോയിൽ നിന്നും എടുക്കുന്ന ഈ ഒരു കോഴ്സ്, ഈ കോഴ്സിനെ കൊണ്ട് സാധിക്കുന്നതാണ്. പ്രൊമോഷൻസ് പോലെയുള്ള ജോബുമായി ബന്ധപ്പെട്ട്, കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻസിനൊക്കെ ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട്, അതുപോലെ കാനഡ, UAE, യൂറോപ്പ്, USA പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്ക് ഇത് പറ്റും. അതുപോലെ WES, അതിൻ്റെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സും ഇതിനകത്ത് നടക്കും. വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ് എന്നാണ് WES എന്ന് പറയുന്നത്. അതുപോലെ USA, കാനഡ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ അവർ എന്ത് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, അതൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പ്രൈവറ്റ് സെക്ടറിലാണ് നിങ്ങൾ ജോബ് അന്വേഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു സെക്ടറിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സെക്ടർ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ HR-ഉമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത്, എൻ്റെ കയ്യിലുള്ളത് ഇഗ്നോയുടെ ഡിസ്റ്റൻസ് ഡിഗ്രിയാണ്, MBA ആണ് ഉള്ളത് എന്നുള്ളത് അവരെ അറിയിക്കുകയും ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളത് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അന്വേഷിക്കണം. അതിനുശേഷമാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങളൊരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ഏതൊരു മേഖലയിലേക്കാണ് പോകുന്നത് ആ മേഖലയിലേക്ക്
ഈ ഒരു കോഴ്സ് ആപ്റ്റ് ആണോ എന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് ജനറൽ ഇൻഫർമേഷൻസ് ആണ്. ഇതിന് എന്തെല്ലാം അപ്രൂവൽസ് ഉണ്ട്, അക്രഡിഷൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. ഏതെല്ലാം എംബസി അറ്റസ്റ്റേഷൻ, പൊതുവെ ഗൾഫ് രാജ്യങ്ങളിൽ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അറ്റസ്റ്റേഷൻ ലഭിക്കുന്നുണ്ട്, UAE പോലെയുള്ള. അപ്പോൾ എന്താണ്, നിങ്ങളത് പേഴ്സണലി അന്വേഷിക്കണം. എന്തെങ്കിലും ജോബിനോ അല്ലെങ്കിൽ അറ്റസ്റ്റേഷനോ എന്തെങ്കിലും, നോർമലി നമ്മൾ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റസ്റ്റേഷൻ ലഭിക്കും എന്നുള്ളതാണ്. ഇൻ കേസ് ഏതെങ്കിലും കൺട്രീസ് ഇതിന് അറ്റസ്റ്റേഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കൺട്രിയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് അവിടെ അത് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. നോർമൽ ജനറലി അറ്റസ്റ്റേഷൻ ലഭിക്കും, WES ഇവാലുവേഷൻ ലഭിക്കും ഗൾഫ് ജോബിനും. അതുപോലെ തന്നെ ഗൾഫ് ജോബ് പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ ആണെങ്കിലും അവിടുത്തെ റൂളിനനുസരിച്ചിട്ടാണ് മാറുക. ഓരോ കൺട്രീസിലും ഓരോ റൂളാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ എഡ്യൂഫിക്സ് അക്കാദമി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് A to Z കാര്യങ്ങൾ ചെയ്തു തരും. ഈ കോഴ്സ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തു തരികയും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നമ്മുടെ അക്കാദമിയുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്നാണ് ഇഗ്നോയുടെ ഈ ഒരു MBA കോഴ്സ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുക? ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ഡിസംബർ സെഷനിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി വരുന്നത് 2026 ജൂൺ സെഷനിലേക്കുള്ള അഡ്മിഷനാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാൻ ഡബ് ID ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്താണ് ABC ID നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം ഈ ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്തുള്ള പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മാർക്സ് നോക്കാം, അതുപോലെ യൂണിവേഴ്സിറ്റി നോക്കാം, ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. ജൂണിലേക്കാണ് ഇനി അഡ്മിഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം.